അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിലെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ടൂൾസ് ആണ് റീടച്ചിങ് ടൂൾസ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് റീടച്ചിങ് ടൂൾസ് എന്നാണ്. അതായത് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് അതിനെ റിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാനോ ഫോട്ടോഷോപ്പ് നമുക്ക് കുറച്ച് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് റീടച്ചിങ് ടൂൾസ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു ഐക്കണിൻ്റെ ഉള്ളിലാണ് റീടച്ചിങ് ടൂൾസ് കിടക്കുന്നത്. അതിൽ ആദ്യത്തേത് എന്ന് പറയുമ്പോൾ സ്പോട്ട് ഹീലിംഗ് ടൂൾ ബ്രഷ് ആണ്. ജെ എന്നുള്ളതാണ് ഇതിൻ്റെ ഷോർട്ട് കീ. അപ്പോൾ നമ്മൾ ആ ടൂള് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ടൂൾസിൽ ഒരെണ്ണമാണ് സ്പോട്ട് ഹീലിംഗ് ടൂൾ ബ്രഷ്. അതായത് നമ്മുടെ ഇമേജിൽ ബാക്ക്ഗ്രൗണ്ടിനോട് മാച്ച് ആകാത്ത എന്തെങ്കിലും പാടോ, ഇപ്പോൾ ഒരാളുടെ ഫേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തുള്ളൊരു പാടോ അല്ലെങ്കിൽ മുഖക്കുരുവോ, അല്ലെങ്കിൽ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു പക്ഷി പറന്നു പോകുന്നതോ അല്ലെങ്കിൽ ഒരു ചെടി മാത്രമായിട്ട് നിൽക്കുന്നതോ നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അത് ഈസിലി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ടൂളാണ് സ്പോട്ട് ഹീലിംഗ് ടൂൾ ബ്രഷ്. നമുക്ക് ഈ ഒരു ഇമേജിൽ എങ്ങനെയാണ് ഈ ടൂള് അപ്ലൈ ചെയ്യുക എന്ന് നോക്കാം. പക്ഷേ അതിനാദ്യം നമ്മൾ ഈ ഇമേജ് സൂം ചെയ്യണം. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് ഇവിടെ സൂം ടൂൾ ഉണ്ട്, അതെടുത്ത് സൂം ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ട് ഞെക്കി പിടിച്ചിട്ട് മൗസ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും സൂം ആവും. ഈ ഒരു ഇമേജിൽ നമ്മൾ ഈ സ്ത്രീയുടെ മേത്തുള്ള സ്കിന്നിലുള്ള ഈ സ്പോട്ടുകളൊക്കെയാണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ ടൂൾ എടുത്തിട്ട് ആ സ്പോട്ടിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഫോട്ടോഷോപ്പ് അത് ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സാമ്പിൾ ചെയ്തിട്ട് സിമിലർ ആയിട്ടുള്ള പിക്സൽ അവിടെ കൊണ്ടുവച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്യും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടുമായി മാച്ച് ആകാത്ത ഏതൊരു പിക്സലും അല്ലെങ്കിൽ ഒബ്ജക്റ്റും നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ച് ഇതിൽ കാണുന്ന പോലെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. സിംഗിൾ സ്പോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതല്ല കുറച്ചധികം സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പോർഷൻ, അതായത് ആ ഡ്രാഗ് വരുന്ന കംപ്ലീറ്റ് പോർഷനിലുള്ള പിക്സൽസ് ഫോട്ടോഷോപ്പ് റീപ്ലേസ് ചെയ്ത് തരും. നമ്മുടെ ഫോട്ടോയുടെ അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ട പോർഷൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു ടൂളിൻ്റെ ബ്രഷ് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീയുടെ മുഖത്തെ ചെറിയ സുഷിരങ്ങൾ വരെ ഈ ഒരു ടൂള് വെച്ചിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ മിഷിയൻ്റെ അൽഗോരിതം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടൂള് 100% ആക്യുറേറ്റ് ആയി വർക്ക് ചെയ്യുന്നത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എന്നാലും ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം നല്ലതാണെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ളൊരു ആക്യുറസിയോട് കൂടി തന്നെ ഈ ടൂളിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ടൂള് നന്നായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും അത്യാവശ്യം നല്ലതായിരിക്കണം. നമ്മുടെ നെക്സ്റ്റ് റീടച്ചിങ് ടൂളാണ് ഹീലിംഗ് ബ്രഷ് ടൂൾ. സ്പോട്ട് ഹീലിംഗ് അല്ല, വെറും സാധാരണ നോർമൽ ഹീലിംഗ് ബ്രഷ് ടൂൾ. നോർമൽ ഹീലിംഗ് ബ്രഷ് ടൂളും സ്പോട്ട് ഹീലിംഗ് ബ്രഷും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സ്പോട്ട് ഹീലിംഗ് ടൂളിൻ്റെ ഉള്ളിൽ നമ്മളായിട്ട് സാമ്പിൾ എടുക്കേണ്ട കാര്യമില്ല. മറിച്ച് ഫോട്ടോഷോപ്പ് തന്നെ ആ പോയിന്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അനലൈസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് റീഫിൽ ചെയ്യേണ്ട പിക്സൽസ് ക്രിയേറ്റ് ചെയ്തോളും. അതേസമയം ഹീലിംഗ് ടൂൾ ബ്രഷിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെ സാമ്പിൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ടൂൾ ഓപ്പൺ ചെയ്തിട്ട് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു മൗസ് പോയിന്ററിൻ്റെ ഐക്കൺ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഓൾട്ട് പ്രസ് ചെയ്യുമ്പോൾ സാമ്പിളർ ടൂളും അതേപോലെ ഓൾട്ട് വിട്ട് കഴിയുമ്പോൾ ബ്രഷ് ടൂളും ആയിരിക്കും വരിക. നമ്മൾ സാമ്പിളർ ടൂൾ വെച്ച് ക്ലിക്ക് ചെയ്യുന്ന പോർഷൻ സാമ്പിൾ ചെയ്തിട്ട് പിന്നീട് ബ്രഷിലേക്ക് വരുമ്പോൾ ആ ഒരു പോർഷനിലെ പിക്സൽസ് ആയിരിക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ ബ്രഷ് വലുതാക്കുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ബ്രഷിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന പിക്സൽസ് നമ്മൾ സാമ്പിൾ ചെയ്ത പോർഷനിലെ പിക്സൽസ് ആണ്. ഫോട്ടോഷോപ്പ് ലേറ്റസ്റ്റ് വെർഷനിൽ മാത്രമേ നമുക്കിങ്ങനെ ബ്രഷിൻ്റെ ഉള്ളിൽ ഈ പിക്സൽസ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. മുന്നത്തെ വെർഷനിൽ ജസ്റ്റ് ബ്രഷ് മാത്രമേ വരുള്ളൂ. നമ്മൾ ബ്രഷ് ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യിക്കുന്ന സമയത്ത് എവിടെയാണോ നമ്മൾ സാമ്പിൾ ചെയ്തേക്കുന്നത് ആ പോർഷൻ ഇതേപോലെ ഒരു ക്രോസ് സൈൻ ഉപയോഗിച്ച് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് എത്രത്തോളം പോർഷൻ കവർ ചെയ്യുന്നു അതേപോലെ തന്നെ ആ ക്രോസ് സൈനും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ തവണ നമ്മൾ ക്ലിക്ക് ചെയ്ത് വിട്ട് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ ആദ്യം സാമ്പിൾ ചെയ്തിരുന്ന ഏരിയയിൽ നിന്ന് തന്നെയായിരിക്കും വീണ്ടും തുടങ്ങുക. നമുക്കത് മാറ്റി വേറെ ഒരു പൊസിഷൻ സാമ്പിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത പോലെ തന്നെ ഓൾട്ട് ക്ലിക്ക് ചെയ്ത് വേറൊരു പൊസിഷൻ സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ടൂളാണ് പാച്ച് ടൂൾ. പാച്ച് ടൂൾ സിമിലർ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ചെയ്യണത്. പക്ഷേ മുമ്പത്തെ ടൂൾസിൽ നമ്മൾ ബ്രഷ് എടുത്ത് വരച്ചതിന് പകരം പാച്ച് ടൂളിൽ നമ്മൾ ലാസോ കൊണ്ട് സെലക്ട് ചെയ്ത പോലെ ഒരു പോർഷൻ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഓൾറെഡി മൂവ് ചെയ്യിക്കേണ്ട അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യിക്കേണ്ട പോർഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ പോർഷൻ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിനെ ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിന് രണ്ട് മോഡുണ്ട്, ഒന്ന് സോഴ്സും മറ്റത് ഡെസ്റ്റിനേഷനും. സോഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വച്ചേക്കുന്ന ആ പോർഷൻ
അതിൻ്റെ ഉള്ളിലായിരിക്കും ചേഞ്ച് വരിക. നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവയ്ക്കുന്ന സ്ഥലം, അതായത് ഡെസ്റ്റിനേഷൻ, അവിടെ എന്താണോ ഉള്ളത് ആ കണ്ടന്റ് നേരെ നമ്മുടെ സോഴ്സിൽ എടുത്ത് പേസ്റ്റ് ചെയ്യും. ഇനി അതിന് പകരം ഡെസ്റ്റിനേഷനാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വച്ചേക്കുന്ന പോർഷൻ ഡ്രാഗ് ചെയ്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തേക്കുന്ന ആ ഭാഗം കൊണ്ടുവയ്ക്കുന്ന സ്ഥലത്ത് പേസ്റ്റ് ആകും. ഈ പാച്ചിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 2 മോഡുകൾ അവൈലബിൾ ആണ്, കണ്ടന്റ് അവെയറും നോർമലും. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഇമേജ് യൂസ് ചെയ്യാം. ബാക്കിൽ കൂടുതൽ ടെക്സ്ചർ വരുന്നത്. നമുക്കിതിൽ നിന്ന് ഈ പൂവാണ് റിമൂവ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ കണ്ടന്റ് പാച്ച് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ നോർമൽ മോഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് പാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മൾ വേറൊരു പോർഷൻ, അതായത് സാമ്പിൾ ചെയ്യേണ്ട പോർഷൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പിൾ ചെയ്ത പോർഷൻ അവിടെ പാച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ ചെറിയ ചെറിയ ഡിഫക്റ്റുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എഡ്ജ് വരുന്ന സൈഡിൽ ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത്. സോ ഇനി നമ്മൾ കണ്ടന്റ് അവെയർ ഇട്ടിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത് എങ്കിൽ അത് കുറച്ച് ടൈം പിടിക്കും. ഫോട്ടോഷോപ്പിന് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ള പിക്സൽസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മറ്റതിനേക്കാളും വളരെ ബെറ്റർ ആയിട്ട് ഇവിടെ ഇമേജ് പാച്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഈ മുകളിൽ പൂവുണ്ടായിരുന്നതിനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ എഡ്ജസ് വന്നേക്കുന്നൊന്നും ഷാർപ്പല്ല. മറ്റതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു ഫിനിഷ് ഇതിന് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് കണ്ടന്റ് അവെയർ മോഡും നോർമൽ മോഡുമായിട്ടുള്ള വ്യത്യാസം. ഈ സെറ്റിൽ അടുത്തതായിട്ട് വരുന്ന ടൂളാണ് കണ്ടന്റ് അവെയർ മൂവ് ടൂൾ. ഈ ഒരു ടൂള് ഡെസ്റ്റിനേഷൻ മോഡിലുള്ള പാച്ച് ടൂളായിട്ട് വളരെ സിമിലർ ആണ്. പക്ഷെ വ്യത്യാസം എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും 2 മോഡുണ്ട്. അതിൽ മൂവ് എന്നുള്ള മോഡാണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ കണ്ടന്റ് സോഴ്സ് ഡ്രാഗ് ചെയ്ത് കൊണ്ട് വച്ച് കഴിയുമ്പോൾ കണ്ടന്റ് മാറ്റി വയ്ക്കുമെന്ന് മാത്രമല്ല, സോഴ്സ് ഇരുന്നത് എവിടെയാണോ അവിടെ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി കണ്ടന്റ് അവെയർ ആയിട്ട് ഫില്ല് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല നമ്മൾ മാറ്റി വയ്ക്കുന്നത് എവിടെയാണോ, അതായത് ഡെസ്റ്റിനേഷനിൽ വരുന്ന ഇമേജിനെ ബ്ലെൻഡ് ചെയ്യിപ്പിക്കുന്നതിൻ്റെ എമൗണ്ടും കുറവായിരിക്കും. നമുക്കത് അൺഡു ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് മോഡായ എക്സ്റ്റെൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്ന പോർഷൻ ഡെസ്റ്റിനേഷനിൽ വരുമെങ്കിലും സോഴ്സിനെ ഫോട്ടോഷോപ്പ് റീഫില്ല് ചെയ്യില്ല. എങ്ങനെയാണോ സോഴ്സ് ഇരുന്നിരുന്നത് അതേപോലെ തന്നെയായിരിക്കും സോഴ്സ് മൂവ് ചെയ്തതിന് ശേഷവും ഇരിക്കുക. അതേസമയം നമ്മൾ പാച്ച് ടൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഡെസ്റ്റിനേഷനിൽ കൊണ്ടുവയ്ക്കുന്ന ഇമേജിനെ ഫോട്ടോഷോപ്പ് ബ്ലെൻഡ് ചെയ്ത് ചേഞ്ചസ് വരുത്തി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലായിരിക്കും പ്ലേസ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ 2 ടൂളുകൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ നെക്സ്റ്റ് ടൂള് റെഡ് ഐ റിമൂവൽ ടൂളാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലാഷ് ഇട്ട് ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ആ ലൈറ്റ് നമ്മുടെ കണ്ണിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് അത് ക്യാമറയിൽ അല്ലെങ്കിൽ ഒരു ഫിലിമിൽ വരുമ്പോൾ നമ്മുടെ കണ്ണ് സാധാരണ ചുമന്നു പോകാറുണ്ട്. ഇതിനെയാണ് റെഡ് ഐ എന്ന് പറയുന്നത്. ഫോട്ടോയിൽ വരുന്ന ഈ ഒരു ഡിഫക്റ്റ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ് റെഡ് ഐ റിമൂവൽ ടൂൾ. നമ്മൾ ഈ ടൂൾ എടുത്തിട്ട് എവിടെയാണോ റെഡ് ഐ വന്നേക്കുന്നത് അവിടെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റെഡ് കളറിനെ ചേഞ്ച് ചെയ്തിട്ട് ഡാർക്ക് കളറിലേക്ക് കൊണ്ടുവരും. മുന്നത്തെ വേർഷൻസിൽ ഇതൊരു ബ്രഷ് ആയിട്ടായിരുന്നു, ഇപ്പം നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാനായിട്ട് സാധിക്കും.